എൽ ഡി എഫും യു ഡി എഫും പരസ്പരം സ്ഥാനാർത്ഥികൾ ചട്ടലംഘനം നടത്തിയെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നത്. എൻ ഡി അതിനകത്തൊരു കക്ഷിയാകുന്നില്ലേ? നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് വികസനമാണ്. കഴിഞ്ഞ 15 വർഷം ഇവിടെ ഒരു MP ഉണ്ട്. ആ 15 വർഷത്തിൽ ആദ്യത്തെ 5 വർഷം കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ UPA സർക്കാരുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാരുണ്ട്. എന്നിട്ട് പോലും ഇവിടെ അധികമൊന്നും നടന്നില്ല, ഒരു വാസ്തവമാണ്. 15 വർഷമായിട്ടും ഞാനിവിടെ കഴിഞ്ഞ ഏകദേശം 1 മാസമായി ഇവിടെ വന്നിട്ട് ഒരുപാട് ജനങ്ങളോട് സംസാരിച്ച് അവരെല്ലാം പറയുന്നത് കഴിഞ്ഞ 15 വർഷമായി ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളല്ലാതെ, കഴിഞ്ഞ 10 വർഷം പ്രത്യേകിച്ച്, ഇവിടെ വെയിറ്റിംഗ് ഷെഡും ഹൈമാസ്റ്റും അല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ തന്നെ അമ്പരന്ന് പോയി. 15 വർഷം ഇവിടെ ഒരു MP ഉണ്ട്, പക്ഷേ ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ PSUവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല, ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂണിറ്റ് ഇല്ല. എന്ത് വിധ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഇവിടെ വരണം. ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹായത്തോടെ ഇവിടെ ഒരുപാട് പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വികസനം കൊണ്ടുവരാൻ പറ്റും, അവസരങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെയാണ് ഞാനിവിടെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഒരാൾ 15 വർഷമായിട്ട് ഇവിടെ ഒരു MP ആണ്, പക്ഷേ അദ്ദേഹം ഇവിടെ അധികമൊന്നും ചെയ്തിട്ടില്ല.